അഭിനയം കൊണ്ടും ഗാനാലാപനം കൊണ്ടും ആരാധകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട താരമാണ് മമത മോഹൻദാസ്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നല്ല അഭിനേത്രി എന്ന പേര് മമത സമ്പാദിച്ചിട്ടുണ്ട്. 2005 പുറത്തിറങ്ങിയ ഹരിഹരൻ സംവിധാനം ചെയ്ത മയൂഖം എന്ന സിനിമയിലൂടെയാണ് മമത ആദ്യമായി മലയാള സിനിമയിൽ അരങ്ങേറുന്നത്. പിന്നീട് മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, ദിലീപ്, പൃഥ്വിരാജ് തുടങ്ങിയ മുൻനിര താരങ്ങളുടെ സിനിമകളിൽ നായികയായി മമത തിളങ്ങി. തമിഴ് അടക്കമുള്ള തെന്നിന്ത്യൻ ഭാഷകളിലും മമത വളരെയധികം ശ്രദ്ധ നേടി. അഭിനയത്തിനൊപ്പം മലയാളത്തിലും അന്യഭാഷകളിലുമായി നിരവധി ഹിറ്റ് ഗാനങ്ങളും നടി പാടിയിട്ടുണ്ട്. എന്നാൽ കരിയറിൽ തിളങ്ങി നിൽക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് നടിക്ക് ക്യാൻസർ ബാധിച്ചത്. 2 പ്രാവശ്യം ക്യാൻസർ ബാധിച്ച് ചികിത്സ നടത്തിയ മമത ശക്തമായ തിരിച്ചുവരവ് തന്നെയാണ് നടത്തിയത്. ഒരു സ്ത്രീയുടെ ഏറ്റവും നല്ല പ്രായത്തിൽ യൗവനത്തിലാണ് മമതയ്ക്ക് ക്യാൻസർ ബാധിച്ചത്. എന്നാൽ മമത രോഗത്തെ വളരെ മനോധൈര്യത്തോടെ നേരിട്ടു എന്നതാണ് താരത്തിൻ്റെ ജീവിതം എല്ലാവർക്കും പ്രചോദനമായി മാറിയ കാര്യം ഒന്നുതന്നെയാണ്. നടിയുടെ പിതാവിൻ്റെ സഹോദരനും നിർമ്മാതാവും സംഗീത സംവിധായകനുമായ NV ഹരിദാസ് ഈയിടെ ഒരു യൂട്യൂബ് ചാനലിൽ മമതയെപ്പറ്റിയും മമതയുടെ അസുഖത്തെപ്പറ്റിയും പറഞ്ഞത് സോഷ്യൽ മീഡിയ ഇപ്പോൾ വീണ്ടും ഏറ്റെടുത്തിരിക്കുകയാണ്. വിഖ്യാത സംവിധായകൻ ഹരിഹരൻ്റെ കൂടെയായിരുന്നു മമതയുടെ തുടക്കമെന്നും അതിനുശേഷം 2-3 പടങ്ങളിൽ മമത അഭിനയിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ പടങ്ങൾ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാത്തതുകൊണ്ട് തന്നെ ഇനി അഭിനയിക്കേണ്ടെന്ന് തീരുമാനിച്ചപ്പോഴാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി നേരിട്ട് ബസ് കണ്ടക്ടർ എന്ന സിനിമയിലേക്ക് വിളിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു. മമ്മൂട്ടിയെ നായകനാക്കി ടി.എ. റസാക്കിൻ്റെ തിരക്കഥയിൽ VM വിനു സംവിധാനം ചെയ്ത സിനിമയാണ് ബസ് കണ്ടക്ടർ. ജയസൂര്യയും ഒരു പ്രധാന കഥാപാത്രമായി ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു. അത് കഴിഞ്ഞ ഉടൻ തന്നെ മോഹൻലാൽ പടത്തിലേക്ക് വിളി വന്നു. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ബാബ കല്യാണി എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ ഭാര്യയായ വക്കീൽ വേഷമായിരുന്നു മമതയ്ക്ക്. മോഹൻലാലിൻ്റെ ഭാര്യയുടെ സഹോദരൻ തങ്ങളുടെ ബന്ധുവാണെന്നും കുടുംബപരമായി അത്തരമൊരടുപ്പം മോഹൻലാലുമായി ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അങ്ങനെയാണ് കുറേ സിനിമകൾ തുടർച്ചയായി ചെയ്തതെന്നും അവസരങ്ങളൊന്നും തന്നെ ചോദിച്ചു വാങ്ങിയതല്ല എന്നും ഹരിദാസ് കൂട്ടിച്ചേർത്തു. പിന്നീട് മമത തമിഴ്, തെലുങ്ക് ഭാഷകളിൽ അഭിനയിക്കുന്നു. ആ ഭാഷകളിലെല്ലാം തന്നെ ഗാനങ്ങൾ ആലപിക്കുന്നു. തെലുങ്ക് പാട്ടിന് ആ വർഷത്തെ ഫിലിം ഫെയർ അവാർഡും മമതയ്ക്ക് ലഭിച്ചിരുന്നു. മമത വളരെ ബോൾഡായ പെൺകുട്ടിയാണെന്നും നമ്മൾ അങ്ങോട്ടൊന്നും പറയേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അസുഖത്തെ വളരെ മനഃശക്തിയോടുകൂടിയാണ് അവൾ നേരിട്ടതെന്നും ചികിത്സയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവൾ സ്വയം ഏറ്റെടുത്ത് ചെയ്യുകയായിരുന്നു എന്നും ബന്ധുവായ ഹരിദാസ് പറഞ്ഞു. അച്ഛനോടും അമ്മയോടും പോലും ആശുപത്രിയിലേക്ക് വരണ്ട എന്നായിരുന്നു മമത പറഞ്ഞത്. പക്ഷേ തന്നോട് ഫോൺ ചെയ്ത് അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത് പ്രകാരം താനും ഭാര്യയും ആശുപത്രിയിൽ പോയിരുന്നുവെന്നും അദ്ദേഹം വിശദമാക്കി. പല സ്ഥലങ്ങളിൽ പോയി പല ഡോക്ടറുടെ അടുത്തു നിന്നും ചികിത്സ തേടിയെങ്കിലും ഭേദമാകാത്തത് കൊണ്ടാണ് അവസാനം അമേരിക്കയിൽ പോയത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മമതയ്ക്ക് ഇപ്പോഴും ഇഞ്ചക്ഷൻ ഉണ്ടെന്ന കാര്യവും അദ്ദേഹം വെളിപ്പെടുത്തി. എല്ലാ മാസവും 15 ദിവസം അമേരിക്കയിൽ പോയാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. മുമ്പ് വിഗ് വെച്ചിരുന്ന മമതയ്ക്കിപ്പം മുടികൊഴിച്ചിൽ ഇല്ല എന്ന കാര്യവും അദ്ദേഹം പറഞ്ഞു. ശരീരത്തിൻ്റെ നിറം നഷ്ടമാകുന്ന ഓട്ടോ ഇമ്മ്യൂണൽ പ്രശ്നമാണ് മമത ഇപ്പോൾ നേരിടുന്ന അവസ്ഥ. ശരീരത്തിൻ്റെ 70% നിറം നഷ്ടമായെന്നും മേക്കപ്പ് ചെയ്താണ് താൻ പുറത്തിറങ്ങാറുള്ളത് എന്നും മമത തന്നെ തൻ്റെ കാര്യം മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയൊരു മനപ്രയാസം മമതയ്ക്ക് ഇപ്പോഴും ഉണ്ടെന്നും ദൈവാനുഗ്രഹത്താൽ എല്ലാം ശരിയാകുമെന്ന പ്രതീക്ഷയിലാണ് തങ്ങളെല്ലാവരും എന്നും ഹരിദാസ് തുറന്നു പറഞ്ഞു. പ്രിയപ്പെട്ട മമത പൂർണ്ണ ആരോഗ്യവതിയായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.